നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മുടെ സ്പോട്ടെത്തി. വാ മോളെ, ഇറങ്ങ്. മനസ്സിലായി രാജു. ഓരോ ദിവസം കഴിയുന്തോറും രമ്യയുടെ മനസ്സിൽ എന്നോടുള്ള അഫെക്ഷൻ കൂടി വരിക. ജീവിക്കാൻ എല്ലാ ചുറ്റുപാടുമുള്ള ഈ കുട്ടിയുടെ ജീവിതം എന്നെപ്പോലെ ഒരാളുടെ കൂടെ ജീവിച്ചു തീർക്കാനുള്ളതല്ല. എനിക്കൊരിക്കലും പണമുള്ള ഒരാളുടെ അധീനതയിൽ ജീവിക്കാനും കഴിയില്ല. പാവം ഈ കുട്ടിയെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? രമ്യ, രമ്യ ഇപ്പൊ വീട്ടിലേക്ക് ചെല്ല. എനിക്ക് രമ്യയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. എനിക്കും രാജുവിനോടെ മനസ്സോർന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. രാജു വരാൻ വൈകരുത്, ഞാനിവിടെ കാത്തു നിൽക്കാം. വാ മോളെ വാ. ഇങ്ങനൊരു അവസരത്തിന് വേണ്ടിയാ ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത്. ഞാൻ നിന്നെ നൈറ്റ് ഡ്രൈവിന് കൊണ്ടുപോകും. തിരിച്ചു വരുമ്പോ നിനക്ക് പൂട്ടിട്ട് ഞാൻ നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരും. പിന്നെ ഋത്തിക്ക് എന്റെ കാൽ ചൂട്ടിലായിരിക്കും ഈ ജീവിതകാലം മുഴുവൻ. ഒന്ന് വേഗം കയറേണ്ട ഋതു മോളെ, സമയം വൈകുന്നു. ദീപക്, എന്നെ എത്രയും വേഗം തിരിച്ചു കൊണ്ടാക്കണം. ഓക്കേ. പിന്നൊരു കാര്യം, ഞാൻ ബാക്ക് സീറ്റിലിരിക്കും. അച്ഛാ, ഹൃതികയ്ക്ക് ബാക്ക് സീറ്റിൽ ഇരിക്കാനാണോ ഇഷ്ടം? ഓക്കേ. നീ എന്താ ദീപക് കാണിക്കുന്നേ? മാർദിക്ക്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബാക്ക് സീറ്റിലേ ഇരിക്കൂ. നീ ഡോർ തുറക്ക്. ബാക്ക് സീറ്റിൽ ഇരിക്കുമെങ്കിലും ഓക്കെ. പക്ഷേ അങ്ങനെ നീ വാശി പിടിച്ച നമ്മൾ ഇന്ന് ബൈക്കിലേ പോവും. പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ, പച്ചമാങ്ങ പച്ചമാങ്ങ. ഇങ്ങനെ നോക്കല്ലേ എന്റെ ഋതുമോളെ, ചേട്ടൻ അങ്ങ് ഇല്ലാണ്ടായി പോവും. ഋതുമോൾ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെയാ? എന്തെങ്കിലുമൊക്കെ പറ. നമുക്കിങ്ങനെ ഒന്ന് രണ്ടും മിണ്ടിയും പറഞ്ഞൊക്കെ അങ്ങ് പോവാന്നേ. ദീപക്, നീ എന്നെ ഋതുമോളെ ഒന്നും വിളിക്കണ്ട, ഋതികാന്ന് വിളിച്ചാ മതി. വേണങ്ങല്ലേ മോളെ. അല്ല, നിന്റെ മുഖം എന്തെങ്കിലും വീർത്തിരിക്കുന്നേ? കടന്നല് കുത്തിയതുപോലെ. ചിരിയും തമാശയൊക്കെ ആ രാജുനോട് മാത്രമേ ഉള്ളൂ. ദീപക്, വെറുതെ അനാവശ്യം പറയരുത്. എന്റെ ഋതികെ, മിക്കപ്പോഴും ഞാൻ കാണുന്ന കാര്യമാണ് ഈ പറയുന്നത്. മഞ്ഞപ്പിത്തം വന്നവന്റെ കാഴ്ചയില് കാണുന്നതെല്ലാം മഞ്ഞായിരിക്കുമെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. രാജുവിനും എനിക്കും ഇടയിലുള്ള ബന്ധം എന്താണെന്ന് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ആഹാ, ദേഷ്യപ്പെടുമ്പോ നിന്നെ കാണാനേ ഒരു പ്രത്യേക സൗന്ദര്യമാണ് കേട്ടോ. പക്ഷേ എനിക്ക് നിന്നെ എപ്പ കണ്ടാലും കൊരങ്ങനെ ഓർമ്മ വരുന്നത്. ആണോ? എന്നിട്ടിപ്പോ നീ എവിടെയാ ഇരിക്കുന്നെ? എന്റെ ഒപ്പം എന്റെ കാറിൽ. നീ നോക്കിക്കോ, ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും. ദീപക്, നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുവിട്.
മതി നൈറ്റ് ഡ്രൈവ്. ഇങ്ങനെ ധൃതി പിടിച്ചാ എങ്ങനെ ഋതുമോളെ? നീ ഒന്ന് സമാധാനിക്ക്. നീ ഇങ്ങനെയൊക്കെയാണ് എന്നോട് പെരുമാറുന്നതെന്ന് അച്ഛൻ അറിഞ്ഞ എന്താകും സ്ഥിതിയെന്ന് നിനക്കറിയാലോ. എന്താ? അച്ഛൻ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. പിന്നെ നിന്റെ അച്ഛൻ എന്നെ അങ്ങ് പിടിച്ച് തിന്നും. ഒന്ന് പോടി. ദേ ദീപക്, എന്റെ അച്ഛനെ കുറിച്ച് മര്യാദയില്ലാതെ നീ സംസാരിച്ചാലുണ്ടല്ലോ. നീ എന്ത് ചെയ്യും? ദീപക്, കൂൾ കൂൾ. എന്നെ എന്തിനാ ഋതുമോളെ ഇങ്ങനെ ദേഷ്യപ്പെടുത്തുന്നത്? നമ്മുടെ സ്പോട്ടെത്തി. വാ മോളെ, ഇറങ്ങ്. വാടോ. വാ, അങ്ങോട്ടേക്ക്. ഇതാണ് ഈ സിറ്റിയിലെ നൈറ്റ് ലൈഫ്. നീ ഇത് ആദ്യമായിട്ടായിരിക്കും കാണുന്നല്ലേ? ഇവിടെയാണ് കാമുകി കാമുകന്മാർ രഹസ്യമായും പരസ്യമായും രാത്രിയിൽ മീറ്റ് ചെയ്യാറ്. വാ, നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം. എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? വീഡിയോ ഡിലീറ്റ് ചെയ്യണ്ടേ നമുക്ക്? ചെയ്യണം. എങ്കി നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം. ഞാൻ പോയി വാങ്ങിട്ട് വരാം. ഇപ്പൊ വരാം. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഓക്കെ. വാങ്ങിക്കേ. ഈ ഐസ്ക്രീം കഴിച്ചു കഴിയുമ്പോ എന്നെ വീട്ടിൽ കൊണ്ടാക്കണം. ഓക്കെ, ഡൺ. കഴിക്കുക. ദീപക്, സത്യം പറയേ, നീ ഇതിൽ വല്ല മയക്കുമരുന്നും കലക്കിയിട്ടുണ്ടോ? അങ്ങനെ നിനക്ക് സംശയമാണെങ്കിൽ ദാ ഈ ഐസ്ക്രീം നീ കഴിച്ചോ. നീ കഴിച്ച ഐസ്ക്രീമിന്റെ ബാക്കി കഴിക്കുന്നതിലും നല്ലത് വിഷം കഴിക്കുന്നതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.